എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ ദിനമാണ്. ആ ബദറിന്റെ ചരിത്രം നമ്മളെല്ലാവരും പഠിച്ചവരാണ്, നമ്മളെല്ലാവരും അറിഞ്ഞവരാ. ആ ബദരീങ്ങളുടെ മഹത്വവും അവരുടെ പവിത്രതയും അവരുടെ സ്ഥാനവും അവരുടെ ഈമാനിന്റെ ആഴവും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്താ? അവര് സാധാരണ ആൾക്കാരല്ലല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് പടച്ചവനെ ആ ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാകണമെങ്കിൽ, ആ ബദരീങ്ങളുടെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും സാധാരണ സ്വഹാബികളല്ല. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും അറിയപ്പെടുന്ന വലിയ സ്വഹാബികളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് സ്വഹാബികൾ ഒരു വിഷയത്തിന്റെ പേരിൽ തർക്കിക്കുകയുണ്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദം അല്പം ഒന്ന് ഉയർന്നുപോയി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദം ഒന്ന് ഉയർന്നുപോയി. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഫഖാല യാ ഖാലിദ് ലൗ തുദീ റജുലൻ മിൻ അഹ്ലി ബദർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ സഅദ് ബിൻ മുആദ്, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചപ്പോ നബി തങ്ങൾ പറയുന്നു, ഖാലിദേ, ബദരീങ്ങളിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ലൗ അൻഫഖത മിസ്ലു ഉഹദിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉഹദ് മലയോളം വലിപ്പമുള്ള സ്വർണം നീ ദാനധർമ്മം ചെയ്താലും ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ മഹത്വത്തോളം നിനക്ക് വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചു. ഒന്ന് ദേഷ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയ, ഉഹദ് മലയോളം സ്വർണം നീ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി ചെലവഴിച്ചാലും ഈ ബദരീങ്ങളോളം മഹത്വം നിനക്ക് വരില്ല. അതുകൊണ്ട് നിന്റെ സംസാരം നീ താഴ്ത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ബദരീങ്ങളുടെ മഹത്വം, അതായിരുന്നു ബദരീങ്ങളുടെ ശ്രേഷ്ഠത. അവരുടെ മുന്നിൽ ഒന്ന് ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചില്ല. നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരെ കുറിച്ച് ഒരു സാധാരണ ആൾക്കാരല്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നബി തങ്ങൾ പറയുന്നു, ലയദ്ഖുലുന്നാറ റജുലൻ ശഹീദ ബദർ അബഹുദൈബിയ. നബി തങ്ങൾ പറയുകയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുണ്ടല്ലോ, ഹുദൈബിയിൽ പങ്കെടുത്ത സ്വഹാബികളുണ്ടല്ലോ, അവരെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവരെ നരകത്തിന്റെ തീ തൊടാത്തവരാണ്. അവര് സാധാരണ ആൾക്കാരല്ല, അവര് സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവേ, ബദരീങ്ങളുടെ മഹത്വം മനസ്സിലാക്കണോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് നബിയോട് ചോദിക്കുകയാ, മാ തഅദ്ദൂന മൻ ശഹിദ ബദർ ഫീകും. നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബത്തിന്റെ അവസ്ഥ എന്താണ്? അവരെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വഹാബാക്കളിൽ വെച്ച്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് ബദരീങ്ങൾക്കാ, ആ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാ എന്ന് നബി തങ്ങൾ അവിടെ പറയുമ്പോ റസൂലുള്ള ചോദിക്കുന്നു, ബദറിൽ പങ്കെടുത്ത മലക്കുകളെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മലക്കുകളുടെ ലോകത്തിലെ വിവിഐപികളാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകള്. അവരും വല്ലാത്ത മഹത്വമുള്ളവരാണ്, അവരേറ്റവും കൂടുതൽ സ്ഥാനമുള്ളവരാണ് എന്ന് ബദറിൽ പങ്കെടുത്ത മലക്കുകളെ കുറിച്ച് പോലും പറഞ്ഞു എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ ബദരീങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ആ ബദരീങ്ങൾ ഇല്ലെങ്കിൽ നമ്മളില്ലായിരുന്നു. പടച്ചവനെ, അവരുടെ ഈമാൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഒട്ടിയ വയറുമായി, ഒടിഞ്ഞ വാളുമായി, പടച്ചവനെ, ഒരു ആയുധവുമില്ലാതെ കടന്നുപോയവരാണ്. ആ ബദരീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സർവ്വതും മാറ്റിവെച്ചവരാണ്. അവരുടെ മോഹങ്ങള്, അവരുടെ സ്വപ്നങ്ങള്, അവരുടെ ആഗ്രഹങ്ങള് സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരുടെ ജീവിതം തന്നെ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചവരാ. ആ ബദരീങ്ങളില്ലെങ്കിൽ നമ്മളില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ ബദർ ദിനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവർ അല്ലാഹുവിന് വേണ്ടി അവരുടെ ആയുസ് കൊടുത്തല്ലോ, അവരുടെ സമ്പത്ത് കൊടുത്തല്ലോ, അവരുടെ കുടുംബം കൊടുത്തല്ലോ, അവരുടെ ഈ സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തല്ലോ. ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നല്ലോ. അവസാനം ഗതികെട്ടപ്പോഴാണ് യുദ്ധത്തിന് അവിടെ തയ്യാറായത്. ഖുറൈശികളുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് കടന്നുപോയെങ്കിൽ ഈ ബദർ ദിനത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോ 1400 കൊല്ലം മുമ്പ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പീഡനങ്ങളും അവരുടെ അക്രമങ്ങളും സഹിക്കാൻ കഴിയാതെയാണ് ആ ബദർ നടന്നതെങ്കിൽ, പടച്ചവനെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കടോ. അതേ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് പടച്ചവനെ വല്ലാത്ത പരീക്ഷണത്തിന്റെ നടുവിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇതുപോലെ പല പല അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. വല്ലാത്ത പീഡനങ്ങളാണ് മുസ്ലിം സമുദായം പടച്ചവനെ പേരുദോഷവും അപവാദങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു ബദർ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോ നമ്മളും ആ ബദരീങ്ങളെ പോലെയാണ് ആകേണ്ടത്. ആ ബദരീങ്ങൾക്കുള്ള ഗുണങ്ങളാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ ബദരീങ്ങൾ അങ്ങനെ ആയിരുന്നു. അവരുടെ ഈമാൻ, അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും മുഴുവനും അവര് മാറ്റിവെച്ചവരാണ്. അവർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ ബദർ ദിനം കടന്നു വരുമ്പോഴും അതിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒന്ന് ഈമാനാണ്, രണ്ട് തഖ്വയാണ്. പടച്ചവനെ, നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കലാണ്. ആ ബദരീങ്ങളെ പോലെ ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആ ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയുമോ? വൽ ആഖിറതു ഖൈറും വ അബ്ഖാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണമെന്തെന്നറിയോ? അവർക്ക് പടച്ചവനെ ദുനിയാവ് വേണ്ടായിരുന്നു. അവർക്ക് ദുനിയാവിൽ ജീവിക്കണമെന്ന് മോഹമില്ലായിരുന്നു. അവർക്ക് പടച്ചവനെ വൽആഖിറതു ഖൈറും വ അബ്ഖാ, പടച്ചവനെ അവർക്ക് മരിക്കാൻ പേടിയില്ലായിരുന്നു. പടച്ചവനെ അവർ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടവരാ. അവർക്ക് പണം വേണ്ട, അധികാരം വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, സന്തോഷമുള്ള ജീവിതം വേണ്ട. പടച്ചവനെ, ആ ബദരീങ്ങള് മരണത്തെ പേടിയില്ലാത്തവരായിരുന്നു.
സ്നേഹിച്ചിരുന്നു. പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നു. എത്രയോ ചരിത്രങ്ങൾ അതിന് സാക്ഷിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാകട്ടെ പടച്ചവനെ മരണത്തെ കുറിച്ച് പറയുന്നത് പോലും നമുക്കിഷ്ടമല്ല. ഉസ്താദേ, എവിടെ ചെന്നാലും മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും അല്ലാതെ വേറെ ഒന്നുമില്ല. പടച്ചവനെ പറയുന്നത് പോലും നമുക്കിഷ്ടമല്ലല്ലോ. എങ്കിലും ബദരീങ്ങൾ അങ്ങനായിരുന്നില്ല. ആ ബദരീങ്ങളുടെ ചരിത്രം പഠിക്കണം സഹോദരാ. ആ ബദരീങ്ങളുടെ ചരിത്രം എന്തെന്നറിയോ? മഹാനായ സഅദ് ബിൻ ഉനൈസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ സഅദ് ബിൻ ഉസൈമ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു വീട്ടിൽ വാപ്പയും മകനും കൂടെ പടച്ചവനെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. വാപ്പയും മകനും പടച്ചവനെ യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. അവസാനം വാപ്പ പറയുകയാ, നമ്മൾ രണ്ടുപേരും കൂടെ യുദ്ധത്തിന് പോയാൽ, ഒരു വീട്ടിൽ നിന്ന് വാപ്പയും മകനും കൂടെ യുദ്ധത്തിന് പോയാൽ പടച്ചവനെ വീട്ടിലാരുമില്ലല്ലോ. പടച്ചവനെ അവർക്കറിയാം ഷഹീദാകുമെന്ന്. അതുകൊണ്ട് സഅദ് ബിൻ ഉസൈമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരസ്പരം രണ്ടുപേരും പോകണമെന്ന് പറഞ്ഞു വാശി പിടിക്കുകയാണ്. ഊട്ടിയിൽ പോകാനല്ല, ഗോവയിൽ പോകാനല്ല, കറങ്ങാൻ പോകാനല്ല. പടച്ചവനെ വാപ്പയും മകനും കൂടെ ബദറിന്റെ രണാങ്കണത്തിൽ ചെന്ന് ഷഹീദാകാറ്. രണ്ടുപേരും നമുക്ക് പോകണമെന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോ അവസാനം ഒരു തീരുമാനമെടുത്തു. നമുക്ക് കുറിയിടാ. ആരുടെ പേരാണോ കിട്ടുന്നത് അവര് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകട്ടെ. സുബ്ഹാനല്ലാഹ്. സഅദ് ബിൻ ഉസൈമ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടില് വാപ്പയും മകനും കൂടെ കുറിയിടുകയാ. ആരാണ് ബദർ യുദ്ധത്തിൽ പോകേണ്ടത്? രണ്ടുപേരും കൂടെ അവിടുന്ന് കുറിയിടുകയാണ്. പടച്ചവനെ കുറിയിടുമ്പോ മഹാനായ സഅദ് ബിൻ ഉബൈസ് റളിയല്ലാഹു തആല അൻഹു മകന്റെ പേരാണ് കിട്ടിയത്. പടച്ച റബ്ബേ, ആ സമയത്ത് പ്രായം ചെന്ന വാപ്പ തന്റെ പൊന്നാര മകനോട് പറയുകയാ, ഫഖാല ലഹു അബൂ യാ ബുനയ്യാ. തന്റെ പൊന്നാര മകനായ സഅദിനോട് വാപ്പ ചോദിക്കുന്നു, പൊന്നുമോനെ, നിനക്ക് ചെറിയ പ്രായമാ, വാപ്പയ്ക്ക് പ്രായമായിരിക്കുകയാ. അതുകൊണ്ട് മോനെ, എനിക്ക് അവസരം തരുമോ? എന്റെ പൊന്നുമോനെ, ഞാൻ പോകട്ടടാ ബദറിന്റെ രണാങ്കണത്തിലോ, അവിടെ പോയി ഷഹീദാകട്ടെ. അതുകൊണ്ട് അവസരം എനിക്ക് തരുമോ എന്ന് പറഞ്ഞു പൊന്നുമകന് കുറി വീണപ്പോ വാപ്പ അവിടെ നിന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് തന്റെ പൊന്നാര മകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ, സ്വർഗമാ വാപ്പാ, വേറെ എന്തായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കുമായിരുന്നു വാപ്പാ. പക്ഷേ സ്വർഗമാണല്ലോ പ്രതിഫലം. അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു തന്റെ വാപ്പയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, വാപ്പ അവിടെ നിന്ന് ഉഹദ് യുദ്ധത്തിലാണ് ഷഹീദാകുന്നത്. പേടിയില്ലായിരുന്നു, മരിക്കുമെന്ന് രണ്ടുപേർക്കും ഉറപ്പാട്. എങ്കിലും പടച്ചവനെ പോകണമെന്ന് പറഞ്ഞു മത്സരമാ. വാപ്പയും മകനും കൂടെ രണ്ടുപേർക്കും യുദ്ധത്തിന് പോകണം, ബദറിന്റെ രണാങ്കണത്തിൽ പോകാൻ. അവസാനം തർക്കം കൂടിയപ്പോ സ്വത്തിന് വേണ്ടിയല്ല, അതാ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഷഹീദാകഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു, രണ്ടുപേരിൽ ഒരാള് പോ. അപ്പൊ ആര് പോകണം? രണ്ടുപേർക്കും പോകണം. അപ്പൊ വാപ്പ പറഞ്ഞു, എങ്കിലും നമുക്ക് കുറിയിടാം. കുറിയിട്ടപ്പോ മകന്റെ പേരാ വീണേ. വാപ്പ കരഞ്ഞുകൊണ്ട് പറയുന്നു, മോനെ, എനിക്ക് താടാ, ഞാൻ പോകട്ടെ. ഇല്ലുപ്പ, സ്വർഗമാ പ്രതിഫലം. വേറെ എന്തായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കൂല. സഹാബി പോയി ഷഹീദായി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഭയമില്ലായിരുന്നു.
അവർക്കൊരു പേടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അവര് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നത്. അതായിരുന്നു ബദരീങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കേണ്ടത്, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കേണ്ട ഒരു ചരിത്രം പറയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം പഠിക്കണമല്ലോ. അല്ലാഹുവേ, ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ഇന്ന് ചെറുപ്പക്കാര് പഠിക്കണം. യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കടന്ന് റീൽസ് എടുത്ത് കളിക്കുന്ന ചെറുപ്പക്കാരാ, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, 16 വയസ്സുള്ള ഒരു സഹാബി ഉണ്ടല്ലോ, മഹാനായ ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. തന്റെ സഹോദരൻ അവിടെ നിന്ന് പറയുകയാണ്, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബദറിന്റെ രണാങ്കണത്തില് സ്വഹാബത്ത് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. നബിതങ്ങളെ കാണാതെ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാതെ ഒരു ചെറുപ്പക്കാരന് 16 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ പതുങ്ങി പതുങ്ങി നടക്കുകയാ. 16 വയസ്സുള്ള ഒരു സ്വഹാബി അവിടെ നിന്ന് പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. അവിടെ നിന്ന് പതുങ്ങി നടക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുകയാ, എന്താ നീ ഇങ്ങനെ നടക്കുന്നത്, എന്തിനാണ് ഒളിച്ച് നടക്കുന്നത്? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അഖാഫു അയ്യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ കാണാതിരിക്കാനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുമെന്നുള്ള ഭയം കൊണ്ടാണ് ഒളിച്ച് നടക്കുന്നത്. എന്തേ കാരണമെന്നറിയോ? പടച്ചവനെ, എനിക്ക് 16 വയസ്സേ ഉള്ളൂ, ഞാൻ ചെറിയ പ്രായമാണല്ലോ, എനിക്ക് ചെറിയ പ്രായമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ കണ്ടാ ബദറിൽ പങ്കെടുക്കാൻ വിടാതെ എന്നെ മടക്കി വിടുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ. അതുകൊണ്ട് നബിതങ്ങളെ കാണാതിരിക്കാൻ പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. അവിടെ നിന്ന് സഹാബി പറയുകയാ, ആ ചെറുപ്പക്കാരൻ 16 വയസ്സുകാരൻ പറയുകയാണ്, എനിക്ക് ചെറിയ പ്രായമായത് കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ കണ്ടാ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ, അതുകൊണ്ട് നബിതങ്ങളെ കാണാതിരിക്കാൻ പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. പടച്ചവനെ, കൂടപ്പറപ്പിനോട് പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണുകയാണ്. ആ സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാ. ഉമൈർ ബിൻ അബീ വഖാസിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ബദറിന്റെ രണാങ്കണത്തിൽ നീ വരണ്ട, ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായമാണ്, വരണ്ട എന്ന് പറഞ്ഞ് നബി തങ്ങളെ മടക്കി വിടാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് കരയുന്നു, നബിയേ എന്നെ മടക്കല്ലേ നബിയേ, എന്നെ മടക്കി വിടല്ലേ നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാ. 16 വയസ്സുള്ള പടച്ചവനെ സ്വഹാബിയാട് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് കരയുകയാണ്. അവസാനം നബി തങ്ങളെ കണ്ടിട്ട് സങ്കടം വന്നിട്ട് അവിടെ അനുവാദം കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബി ബദറിന്റെ രണാങ്കണത്തിൽ പോയി ഷഹീദാവുകയാ. 16 വയസ്സുള്ള ഈ സഹാബി നബിതങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിനെ റെഡിയാക്കുമ്പോ പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നു. നബിതങ്ങൾ കാണാതെ ഒളിച്ചു നടക്ക. എന്തിനാ? നബിതങ്ങൾ കണ്ടാ വിടൂല, തിരിച്ചു പറഞ്ഞു വിട്ടേക്കും, പയ്യനായത് കാരണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുഹദാക്കളാരാ, ബദരീങ്ങളാരാ, പടച്ചവനെ 16 വയസ്സുള്ള ചെറുപ്പക്കാരനായ സ്വഹാബിയാട് അതാ പടച്ചവനെ വാപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കള് കരയുന്നത് പോലെ ഉമൈർ ബിൻ അബീ വഖാസ് എന്ന് പറയുന്ന 16 വയസ്സുകാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാ. എനിക്ക് പോകണം നബിയേ,
എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ, എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞ് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാ. അവസാനം പടച്ചവനെ ബദറിന്റെ രണാകടത്തിൽ പോയി ഷഹീദായെന്ന് ചരിത്രം പറയുകയാ. അവർക്ക് പേടിയില്ലായിരുന്നു സഹോദരാ, അവർക്ക് ഭയമില്ലായിരുന്നു ചെറുപ്പക്കാരാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ നബി തങ്ങൾ പറയുകയാ, ഖൂമൂ ഇലൽ ജന്ന അർളുഹസ് സമാവാതു വൽ അർള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, ആകാശഭൂമികളോളം വലിപ്പമുള്ള സ്വർഗമുണ്ട് സഹാബ, ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗം അല്ലാഹു നിങ്ങൾക്ക് തരും സ്വഹാബ. നബി തങ്ങൾ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോ ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു തആല അൻഹു, ഉമൈർ ബിൻ ഹുമാമ എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങൾ പറയുന്നു, ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗമുണ്ട് സഹാബ. നബി തങ്ങൾ ഇത് പറയുമ്പോ യാ റസൂലല്ലാഹ്, ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗമുണ്ടോ നബിയേ? ബദറിന്റെ രണാങ്കണത്തിൽ പോയി ഷഹീദാകുന്നവർക്ക് ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗം കിട്ടുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗം കിട്ടും സഹാബ. ആ സമയത്താണ് ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തുള്ളിച്ചാടുകയാണ്. ഇത് കേൾക്കുമ്പോ തുള്ളിച്ചാടുകയാണ്. ആ ചെറുപ്പക്കാരൻ നിന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോ അവിടെന്ന് ചോദിക്കുകയാ, എന്തിനാ തുള്ളിച്ചാടുന്നത്? അവിടെന്ന് പറയുകയാണ്, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅത്തുൻ അൻ നകൂന മിൻ അഹ്ലിഹാ. പടച്ചവനെ സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി തുള്ളിച്ചാടുകയാണ്. എന്തിനാ തുള്ളിച്ചാടുന്നത്? പടച്ചവനെ നബി തങ്ങൾ ചോദിക്കുകയാ, എന്തിനാ സന്തോഷിക്കുന്നത്? ആ സമയത്ത് പറയുന്നു, നബിയേ, ആ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ പെടാ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, അന്നകൂന മിൻ അഹ്ലിഹാ, ആ വിഭാഗത്തിൽ പെടാ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഫഇന്നക മിൻ അഹ്ലിഹാ. ഉമൈർ ബിൻ ഹുമാമ, നീ ആ വിഭാഗത്തിലാ, നീ ആ വിഭാഗത്തിലാ. നബി തങ്ങൾ പറയുന്നു, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തീരുമ്പോ പടച്ചവനെ തുള്ളിച്ചാടുകയാണ്, ഷഹീദാവുകയാണല്ലോ. ഈ ബദറിന്റെ രണാഗണത്തിൽ ഷഹീദാവുകയാണല്ലോ. പടച്ചവനെ എനിക്ക് സ്വർഗമുണ്ടല്ലോ. ഈ സ്വഹാബി തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നീ ആ വിഭാഗത്തിലാണെന്ന് പറയുമ്പോ തന്റെ കയ്യിലിരുന്ന കാരക്കയെടുത്തിട്ട് വലിച്ചെറിയുകയാ. തന്റെ കയ്യിലിരുന്ന കാരക്കയുണ്ടല്ലോ, ആ കാരക്കയെടുത്തങ്ങിട്ടിടുകയാണ്. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ദുനിയാവിൽ നിൽക്കാൻ വയ്യ. ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് വേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വദാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്ന് ഷഹീദാവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ ഇങ്ങനായിരുന്നു. അവരുടെ ഈമാൻ ഇതായിരുന്നു. അവരുടെ ഈമാനിന്റെ പവർ ഇതാണ് സഹോദരാ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, വല്ലാത്ത ഒരു പ്രയാസത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്തെന്നറിയോ? 17
17-ാം രാവിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ രാത്രി മുഴുവനും നിസ്കാരമായിരുന്നു. അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്ത് നബി തങ്ങളുടെ ചുമലിൽ കിടന്നിരുന്ന ഷാളു പോലും താഴെ വീഴുകയാ. ഇതുപോലെ നബി തങ്ങൾ കിടന്ന് ദുആ ചെയ്യുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് കടന്ന് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ അബൂബക്കർ തങ്ങൾ അടുത്ത് ചെല്ലുകയാണ്. ഫഖദരിദാ, ആ താഴെ വീണ നബി തങ്ങളുടെ ഷാളെടുത്ത് തോളത്ത് വിട്ടിട്ട് അവിടെന്ന് പറയുന്നു, മദി നബിയേ, ദുആവൊന്ന് നിർത്തി നബിയേ, അല്ലാഹുവിന്റെ സഹായം വരും നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ദുആ ചെയ്യുകയാണ്. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സഹായം ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരുമെന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എങ്ങനെയാണ് ബദറിന്റെ രണാങ്കണത്തിൽ പോകേണ്ടത്, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടത് നബി തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ യുദ്ധത്തിൽ പോയാലാണ് വിജയിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ വന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം വരും, മലക്കുകൾ ഇറങ്ങി വരും, അല്ലാഹുവിന്റെ മലക്കുകൾ സഹായിക്കാൻ ഇറങ്ങി വരും. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, എങ്ങനെ യുദ്ധം ചെയ്യണം, നിങ്ങൾക്ക് ജയിക്കണോ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വേണോ, അതിന് എന്തു വഴികളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നമുക്ക് അല്ലാഹുവിന്റെ സഹായം വേണോ, നമുക്ക് രക്ഷപ്പെടണോ, ഇസ്സത്തോടുകൂടി ജീവിക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ബദരീങ്ങളോട് പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഈ പറയുന്ന 3 പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. ഉറപ്പായിട്ടും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് വന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന സ്വഹാബത്തിനോട് അവരോട് പറഞ്ഞു കൊടുക്കാൻ അവർ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഈമാൻ ഉറപ്പിക്കുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ പരാജയപ്പെട്ടു പോയത് അവിടെയാ. നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ടു പോയത് ഈമാനിന്റെ വിഷയത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈമാൻ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോകുന്നുണ്ട്. പറയുന്നുണ്ട് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കയറുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനും നിങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈമാനിനെ നമ്മൾ ഉറപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ അതായിരുന്നു. അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അവരുടെ കയ്യിൽ ആയുധമില്ല. സഹാബ് അവരുടെ ചരിത്രം എടുത്തു നോക്കിക്കേ. കുറഞ്ഞ വാള്, പരിച, ഒട്ടിയ വയറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒട്ടകവും കുതിരയുമായിട്ട് കുറച്ച് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വഹാബത്തിന്റെ ബദരീങ്ങളുടെ കയ്യിൽ. എതിർഭാഗത്തോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവര് പട്ടിണി കിടക്കുമ്പോ അപ്പുറത്ത് ഒട്ടകത്തെ അറുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കള്ളും കുടിച്ച്
ഗാനമേള നടത്തി ആഘോഷിക്കുകയെ അപ്പുറത്ത് ശത്രുക്കൾ, ഇവിടെ സഹാബത്ത് പട്ടിണി. എല്ലാ ആയുധങ്ങളുമുള്ള ആ വലിയ ഒരു സംഘത്തോടാണ് ഈ സഹാബത്ത് ബദരീങ്ങൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബദരീങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ പോകുകയാ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരായുധവുമില്ല, വെറും കൈയോടെ വന്നിരിക്കുക യുദ്ധത്തിന് പോകാൻ. ആ സഹാബിയുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. നബിതങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ ഒരു മടലെടുത്ത് കൈ കൊടുത്തു, പൊക്കോളാം യുദ്ധത്തിന്. താഴെ കിടന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധത്തിന് പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്വഹാബി രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. സഹാബി പറയുകയാ, ഞാനത് വീശുന്ന സമയം പടച്ചവനെ വാളുപോലെ തല അറ്റുപോകുക. ഇതായിരുന്നു എന്റെ പ്രിയപ്പെട്ടവൻ അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്ന ഇതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈമാനാ, നമുക്കൊരു വിശ്വാസം വേണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുക. രണ്ട്, അള്ളാഹു പറയുകയാ, നിങ്ങൾ ദിക്ർ പറ. ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ദിക്ർ പറയാനാ അള്ളാഹു പറയുന്നേ. നിങ്ങൾ അമിതമായിട്ട് ദിക്ർ പറ, വേറെ ഒന്നും നോക്കണ്ട, എന്നെ സ്മരിച്ചുകൊണ്ട് ദിക്റുകൾ പറഞ്ഞുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയപ്പോ സ്വഹാബത്ത് പറഞ്ഞ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബിതങ്ങൾ പറഞ്ഞ ദിക്ർ യാ ഹയ്യു യാ ഖയ്യൂം, ഈ ദിക്റും പറഞ്ഞുകൊണ്ടാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് ഇറങ്ങിപ്പോയത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദിക്ർ പറ. 3, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ അനുസരിക്ക്, അള്ളാഹുവിനെ വഴിപ്പെട്, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത്, അള്ളാഹു പറയുന്നത് നീ അനുസരിക്ക്, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്താ ഉള്ളത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്ക്. അല്ലാഹു ഉണ്ടെന്നുള്ള ബോധം പോലും ഇന്ന് ഈ ഉമ്മത്തിനുണ്ടോ? അല്ലാഹു ഉണ്ടോ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു സഹായിക്കണമെന്ന് പറഞ്ഞു അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ എന്ത് ഇഖ്ലാസ സഹോദരാവുള്ളേ? ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ പറയാനുണ്ടോ എനിക്ക് നിങ്ങൾക്കും? ഈ ഉമ്മത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാ. അത് വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഈ സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബദരീങ്ങളെ നാം സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടമെന്താ? മഹാന്മാരെ നാം സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്ന നേട്ടം, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രം. നബിയുടെ കാലഘട്ടത്ത് തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. തൽഹത്ത് ഇബ്നു ബറാ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. നബി തങ്ങളെ തൽഹത്ത് ഇബ്നു ബറാ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൽഹത്ത് ഇബ്നു ബറാഇനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം കൊടുത്തു, ഒരു രോഗം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. പെട്ടെന്ന് ബോധം കെട്ട് തളർന്നു വീഴും. പിന്നെ എപ്പോഴെങ്കിലുമാണ് തൽഹത്ത് ഇബ്നു ബറാഇന് ബോധം അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്ത് ഇബ്നു ബറാഇന് രോഗം പിടിച്ച് കിടക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുമ്പോൾ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ സന്ദർശിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു പോകുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൽഹത്ത് ഇബ്നു ബറാഇനെ കാണാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൽഹത്ത് ഇബ്നു ബറാ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു പോയിരുന്നു. ഒരുപാട് സമയം അവിടെ നിന്ന് ബോധം തിരിച്ചു വരുന്നത് കാണാമെന്ന് കരുതിയിട്ട് നബി തങ്ങൾ തൽഹത്ത് ഇബ്നു ബറാഇന്റെ ചാരത്തിരുന്നു.
ഒരുപാട് സമയം കഴിഞ്ഞോ, പടച്ചവനെ തൽഹത്ത് ബിൻ ബറാഇന്റെ ബോധം അവിടുന്ന് തിരിച്ചു വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുടുംബക്കാര് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എപ്പോഴാണ് ബോധം ഇങ്ങനാണ് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലുമാണ് വരുന്നത്? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തിരുന്ന് ദുആ ചെയ്യുകയാ. അവിടുന്ന് ദുആയെല്ലാം കഴിഞ്ഞപ്പോ നബി തങ്ങൾക്ക് മനസ്സിലായി, പടച്ചവനെ മരണത്തിന്റെ സമയമെടുത്തിരിക്കുകയാണ്, ഇത് സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായപ്പോ തൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരോട് നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, തൽഹത്ത് ബിൻ ബറാഅ് മരിച്ചാൽ എന്നെ അറിയിക്കണേ എന്ന് നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഈ ചെറുപ്പക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് തൽഹത്ത് ബിൻ ബറാഇന്റെ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു തആല അൻഹുവിന് അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ കുടുംബക്കാര് പറഞ്ഞു, ത്വൽഹാ, നിന്നെ കാണാൻ നബി തങ്ങൾ വന്നിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാമെന്നോ ഒരുപാട് സമയം ഇവിടെ ഇരുന്നു. നബി തങ്ങൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് പോകുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, നീ മരിച്ചാൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. പടച്ചവനെ, ത്വൽഹത്ത് ബിൻ ബറാഅ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരിച്ചു പോയാൽ നബി തങ്ങളോട് പറയണമെന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറയുമ്പോ തൽഹത്ത് ബിൻ ബറാഅ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ മരിക്കുന്നത് രാത്രിയിലാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാൻ പാടില്ല. ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുക, രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയരുത്. പടച്ചവനെ, കുടുംബക്കാര് ചോദിക്കുന്നു, തൽഹാ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ, നബി തങ്ങളെ കാണാൻ വരാ കുതിക്കുമല്ലോ, അത് വല്ലാത്ത മഹത്വമുള്ള ഒരു കാര്യമാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അറിയിക്കരുതെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ, ത്വൽഹത്ത് ബിൻ ബറാഅ് എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ റസൂല് വരുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അത് വല്ലാത്ത ആഗ്രഹമാണ്, പിന്നെ എന്തിനാണ് വേണ്ടെന്ന് പറയുന്നതെന്നറിയോ? ഇദാ മിത്തു ഫലാ തുർസിൽ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നി അഖാഫു അലൈഹി മിനൽ യഹൂദ്. തൽഹത്ത് ബിൻ ബറാഅ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കാണാൻ വരുമെന്ന് എനിക്കറിയാം. ഏതോ പ്രയാസവും അനുഭവിച്ചുകൊണ്ട് നബി തങ്ങൾ എന്നെ കാണാൻ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് പേടിയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ മരിച്ചതറിഞ്ഞ് രാത്രിയിലേക്ക് ഞാൻ മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ നബി തങ്ങൾ എന്നെ കാണാൻ വരുമല്ലോ. ആ വരുന്ന സമയത്ത് നബി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമോ, ആരെങ്കിലും നബി തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വേണ്ടെന്ന് പറയുന്നത്. പടച്ചവനെ, നബി തങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആ സമയത്തും ആ ചെറുപ്പക്കാരന് നബിയോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. പടച്ചവനെ, തൽഹത്ത് ബിൻ ബറാഅ് അവിടെ നിന്ന് മരണപ്പെടുകയാണ്. രാത്രിയിലാണ് മരണപ്പെട്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞില്ല. പടച്ചവനെ, മരണശേഷം അതാ കുടുംബക്കാരെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാ, തൽഹത്ത് ബിൻ ബറാഇന് എങ്ങനെയുണ്ട്? തൽഹത്ത് ബിൻ ബറാഇന്റെ കുടുംബക്കാരെ കാണുമ്പോ നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് തൽഹയ്ക്ക്? യാ റസൂലല്ലാഹ്, തൽഹത്ത് ബിൻ ബറാഅ് മരിച്ചുപോയി നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകനോട് മരണപ്പെട്ടു എന്ന് പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സമയത്താണ് കുടുംബക്കാര് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളോട് അവസാനമായി വസിയത്ത് ചെയ്തത് രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നബി തങ്ങളോട് പറയരുതെന്നാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ വരുമ്പോ നബി തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമായാലോ, എന്തെങ്കിലും ഉപദ്രവമുണ്ടായാലോ, ശത്രുക്കൾ ആരെങ്കിലും നബി തങ്ങളെ ഉപദ്രവിച്ചാലോ എന്ന് ഭയന്നുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, എവിടെയാണ് തൽഹത്ത് ഇബ്നു ബറാഇന്റെ ഖബർ? എവിടെയാണ് ഖബർ? അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കൊണ്ടു നടന്ന തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബർ തേടിയിട്ട് നബി തങ്ങൾ പോവുകയാണ്. ആ ഖബറിന്റെ ചാരത്ത് ചെന്നു നബി തങ്ങൾ നിസ്കരിച്ചു. ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുന്നത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, സഹാബത്ത് കൊതിച്ചു പോവുകയാ. സഹാബത്തിന് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. കാരണം നബി തങ്ങൾ ഇതുപോലെ വേറെ ഒരാൾക്കും വേണ്ടി ദുആ ചെയ്തിട്ടില്ല. ഒരു പ്രത്യേകമായിട്ടുള്ള ദുആയാണ്. ആ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യുന്നത്. എന്താണ് ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹുമ്മൽ ഖതൽഹത്ത് ഇബ്നു ബറാ വ അൻത യദ്ഹകു ഇലൈഹി വ യദ്ഹകു ഇലൈക. തൽഹത്ത് ഇബ്നു ബറാ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, പടച്ച റബ്ബേ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിലൂതുമ്പോ തൽഹത്ത് ഇബ്നു ബറാ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ, നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. അല്ലാഹ്, ആ സമയത്ത് തൽഹത്ത് ഇബ്നു ബറാഇന്റെ മുഖത്ത് ചിരി കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങൾ ദുആ ചെയ്യുകയാ, ഈ തൽഹത്ത് ഇബ്നു ബറാ നാളെ റബ്ബേ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ദിവസം തൽഹത്ത് ഇബ്നു ബറാഇന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം. അല്ലാഹുവേ, നീയും ചിരിക്കണം പടച്ചവനെ. ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവേ സന്തോഷത്തോടെ വേണം പരസ്പരം കണ്ടുമുട്ടേണ്ടത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് ദുആ ചെയ്തു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിച്ചാൽ തിരിച്ചു സ്നേഹിക്കും, സ്നേഹം കൊടുത്താൽ നമ്മളെ തിരിച്ചു സ്നേഹിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനായിരുന്നു. സഹാബത്താകട്ടെ, എന്റെ പ്രിയപ്പെട്ട ഔലിയാക്കന്മാരാകട്ടെ, മഹത്തുക്കളാകട്ടെ, മഹാന്മാരാകട്ടെ, നാം അവരെ സ്നേഹിക്കുമ്പോൾ അവര് നമ്മളെ തിരിച്ചു സ്നേഹിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്ത്, ആ സ്വഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവർ ബദരീങ്ങളാ, സാധാരണ ആൾക്കാരല്ല. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമുറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹാനെ അല്ലാഹ്. പടച്ചവനെ, നോമ്പ് പിടിച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. നീ ഇടിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിൽ മരിച്ച നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാണ് റബ്ബേ.
അറിഞ്ഞുമറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായി ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ്. ഉറത്ത് മുറിക്കല്ലേ റബ്ബേ, നീ കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ആ സഹോദരന്റെ പൊന്നുമകൾക്ക് നല്ല ഒരു ജീവിതം കൊടുക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരന് കണ്ണിന് കുളിർമയുള്ള ഒരു സ്വാലിഹത്തായ ഇണയെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളിൽ 51 പേര് പടച്ചവനെ 51 ദിവസം ഭക്ഷണം കൊടുക്കാറ് നീ തിരഞ്ഞെടുത്തവർ പറഞ്ഞിരിക്കുന്നു റബ്ബേ. അവരെ നീ കുടുംബസമേതം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. ഇബ്രാഹിം നബിയുടെ വിളി കേട്ടവരിൽ പെടുത്തണേ അല്ലാ. ഖുർആനിന്റെ ശഫാഅത്തിൽ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. ശിഹാബിനെയും സുൽഫിയെയും അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ല തമ്പുരാൻ. മക്കളെ വല്ലാതെ സ്നേഹിക്കുന്നവരാ റഹമുറഹീമായ റബ്ബേ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവെക്കല്ലോ അല്ലാഹുവേ. ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് നീ കബറടക്കിപ്പിക്കല്ലോ അല്ലാഹുവേ. നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. നീ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഒരു സഹോദരി വലിയ ഒരു ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ട് കാത്തിരിക്കുകയാ. ഈ ഹാഫിളീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ കരുണ കാണിക്കണേ പടച്ചവനെ. ഉമ്മാന്റെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ആ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, എൻ്റെ പിതാവ്, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ഭാര്യ പിതാവ് ഖബറിലാണ്, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നീ അവരോട് കരുണ കാണിക്കണേ പടച്ചവനെ. അല്ലാ, ഈ ശബ്ദം നീ നിലനിർത്തണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം, നീ ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ദുആയിക്ക് നീ ഇജാബത്ത് നൽകണേ പടച്ചവനെ. ഇസ്സത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. ആരെല്ലാം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ റബ്ബേ, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നീ ഞങ്ങൾ അറഫയിലെത്തിക്കണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഇന്ന് പിരിയുകയാ. അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. ഇത് അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ ദിവസമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു, നാളെ ദുഹറിന്റെ സമയത്ത് പടച്ചവനെ ഇവിടെ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ
തൗബയാക്കണേ തമ്പുരാനെ, തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ അല്ലാഹുവേ. പടച്ചവൻ ഈ ഉസ്താദന്മാർ റബ്ബേ അവരൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അവർക്കൊക്കെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ഉസ്താദന്മാരാ പടച്ചവനെ, സമസ്തയെ നെഞ്ചിലേറ്റുന്നവരാ അല്ലാഹു. അവരൊക്കെ യാത്രയിലാണ്, നീ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലങ്ങൾ മരിക്കുന്ന സമയത്ത് കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് استغفر الله اللهم اني اسالك الجنه واعوذ بك من النار. اشهد ان لا اله الا الله استغفر الله اللهم اني اسالك الجنه واعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. ഇൻഷാ അല്ലാഹ് നാളെ 9:45 ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി തുടങ്ങും. എല്ലാവരും നേരത്തെ വരിക, കൂട്ടുകാരെ കൊണ്ടുവരിക. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.